ഗായ്സ്, ഇന്ന് നമ്മുടെ പടം രേഖാചിത്രം, സ്റ്റാറിംഗ് ആസിഫ് അലി ആൻഡ് അനശ്വര രാജൻ. ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോ ആണ്. ജോഫിൻ ടി ചാക്കോയുടെ പ്രീവിയസ് മൂവി ആയിരുന്നു പ്രീസ്റ്റ്. പ്രീസ്റ്റ് ഒരു ഹൊറർ ത്രില്ലർ ആണെങ്കിൽ ഇത് നമുക്കൊരു മിസ്റ്ററി ത്രില്ലർ ജോൺറയിൽ പെടുത്താം. ഇതൊരു മിസ്റ്ററി ത്രില്ലറിനപ്പുറം ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഓർ പാരലി നടക്കുന്ന ഒരു റിയാലിറ്റി എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത്. ഈ ഫിലിം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ടൈറ്റിൽ കാർഡും വെൽക്കം നോട്ട്സ് ഒക്കെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ ഒരു 90s ഫിലിമിന്റെ ഫീലാണ് തരുന്നത്. ആ 90s ഫിലിംസിൽ യൂസ് ചെയ്തിരുന്ന ഫോണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിലും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിലിമിന്റെ ഒരു ബേസിക് പ്ലോട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ഇയേഴ്സ് ബാക്ക് നടന്നൊരു കൊലപാതകമാണ്. ആ കൊലപാതകം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആസിഫ് അലിയുടെ ഒരു പോലീസ് ക്യാരക്ടർ. ഓപ്പൺലി പറയല്ല, ആസിഫ് അലി ഈ ഫിലിമിന്റെ അകത്തൊരു വിന്നിംഗ് സ്ട്രീക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലിയുടെ കഴിഞ്ഞിറങ്ങിയ മിക്ക പടങ്ങളും ഹിറ്റുകളായിരുന്നു. നല്ലൊരു സാറ്റിസ്ഫൈങ് രീതിയിൽ തന്നെയാണ് ഈ ഫിലിമിന്റെ ഒരു ഫ്ലോ പോകുന്നത്. 40 ഇയേഴ്സ് മുമ്പ് നടന്നൊരു മർഡറിനേക്കാൾ ഉപരി ഈ ഫിലിമിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത് കാതോട് കാതോരം എന്ന മമ്മൂട്ടി ഫിലിമിന്റെ സെറ്റിൽ വെച്ച് നടക്കുന്ന ഒരു പാരലൽ സ്റ്റോറി ആണ് എന്നുള്ളതാണ്. ഈ ഒരു പാരലൽ സ്റ്റോറി അവർ നല്ല രീതിക്ക് തന്നെയാണ് ഈ ഫിലിമിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതില് AI ആണെങ്കിലും VFX ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾസോ ഇവര് ഡയറക്ടർ ഭരതൻ, ഡയറക്ടർ കമൽ ഇവരുടെയൊക്കെ ലുക്ക് ലൈക്സിനെ അത്യാവശ്യം നല്ല ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവർ ലുക്ക് ലൈക്സ് ആയിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾസോ പ്രസന്റില് ഡയറക്ടർ കമലിനെ ആണെങ്കിലും ഇവർ നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഫിലിമിലുള്ള കുറച്ച് ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ വന്നും പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ ആ സ്റ്റോറീനെ ഡെവലപ്പും ചെയ്തിരിക്കുന്നത്. ആ ഒരു കാതോട് കാതോരം സെറ്റും ഈ ഫിലിമിന്റെ സ്റ്റോറിയും കറക്റ്റ് നമുക്ക് വിശ്വസനീയമായ രീതിയിലാണ് അവർ ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പാരലൽ റിയാലിറ്റീനെ അവര് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പടം ഒരു ത്രില്ലർ ആണെങ്കിലും ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നും നമുക്ക് പ്രേക്ഷകർ എന്ന രീതിയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. പക്ഷേ ആ ഒരു ജിഗ്സോ പസിലിനെ കണക്ട് ചെയ്ത് അതൊരു കംപ്ലീറ്റ് പിക്ചർ ആക്കണ ആ സ്റ്റാർട്ടിങ് ടു എൻഡിങ് ജേർണിയാണ് ഈ പടത്തിനെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അനശ്വര രാജനും ഇതിന്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. അനശ്വര രാജൻ ഏത് റോള് കൊടുത്താലും നല്ല രീതിക്ക് വെർസറ്റൈൽ ആണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. ആഹ് ആ ഒരു പഴയ 90s ക്യാരക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അനശ്വര രാജനും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എടുത്തു പറയത്തേക്കുള്ള പെർഫോമൻസുകളൊന്നും പടത്തിലില്ല. കാരണം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ റോൾസും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ആകെ കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഫിൽ ചെയ്തിട്ടുള്ളത്. അത് ആ പ്ലോട്ടിനകത്ത് ആവശ്യമാണ്. പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ഇതിന്റെ അകത്തുണ്ട്. ആ ക്യാരക്ടേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള പോർട്രേ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആസിഫ് അലിയുടെ ഗേൾ ഫ്രണ്ട് ക്യാരക്ടർ അത് ഗേൾ ഫ്രണ്ട് ആണോ വൈഫാണോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഓൾസോ നിങ്ങൾ ഈ പടത്തിന്റെ എൻ ക്രെഡിറ്റ്സ് മിസ് ചെയ്യരുത്. ഈ എൻ ക്രെഡിറ്റ്സിന്റെ അകത്ത് അവർ കുറെ അന്നത്തെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാതോട് കാതോറും സെറ്റിലെടുത്ത കുറെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ടു എൻഡ്, രേഖാചിത്രം ഇസ് എ സാറ്റിസ്ഫൈങ് ഡീസെന്റ് വാച്ച് ഫോർ മീ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പടം ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി ഇതിന്റെ ഓൾട്ടർനേറ്റ് റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ അവര് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത രീതി. ഇങ്ങനത്തെ ഓൾട്ടർനേറ്റ് റിയാലിറ്റി പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ഈ പടം കണ്ടു നോക്കണം. സോ ദാറ്റ്സ് രേഖാചിത്രം ഫോർ യു. സോ ടേക്ക് കെയർ.